പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ഇവരുടെ ദാസൻ, ഈ സദസ്സിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, ഈ സഭയിലെ കർത്തദാസൻ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ വന്ദനവും സ്നേഹവും അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലം നമ്മൾ കേൾക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തെ ഹല്ലേലൂയ സ്തോത്രം വീണ്ടും നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം കൃപ തരട്ടെ. ഈ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വചനം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഒരു നല്ല സമയം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ചിലവഴിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന എല്ലാ നല്ല വചനങ്ങൾക്കായി, നല്ല ദൂതുകൾക്കായി, ആലോചനകൾക്കായി സ്തോത്രം. വീണ്ടും ഞങ്ങളോട് സംസാരിപ്പാൻ കാണിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ ഹോള്, പരിസര, അന്തരീക്ഷ മണ്ഡലങ്ങൾ ദൈവം സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേറെ വിടുവിക്കും വരെ തുളച്ചേലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായി ഈ പകൽക്കാലം ഞങ്ങളുടെ മധ്യ വെളിപ്പെട്ട് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. വെളിപ്പെടേണ്ട ആത്മീയ ശുശ്രൂഷകൾക്ക് വിരോധവും പ്രതികൂലവും വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ അധികാരങ്ങളുടെ മേലും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സഭയായി ജയമെടുക്കുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ ജയിക്കില്ലെന്നുള്ള വചനപ്രകാരം ഇന്ന് പകൽക്കാലം നിങ്ങളെ പണിയുന്നതിനായ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കണം. ഞങ്ങളുടെ നാമസകലത്തിന് മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ഉച്ച കഴിഞ്ഞ ഒരു സമയമാണ്, നമുക്കറിയാം, നല്ലൊരു സമയമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശരീരം പലപ്പോഴും ബലഹീനമായിരിക്കാം, പക്ഷേ ആത്മാവ് എപ്പോഴും എന്താണ്? ഒരുക്കമാണ്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് എപ്പോഴും ഒരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മാവിൽ ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ഉണർന്നിരിക്കാൻ കഴിഞ്ഞാൽ വചനം നമ്മളെ ബലപ്പെടുത്തും, വചനം നമ്മളെ പണിയും, വചനം നമ്മളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നാം വീണ്ടും ജനിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. സ്തോത്രം. ദൈവവചനത്താൽ ആരൊക്കെ ജനിക്കപ്പെട്ടുവോ അവരുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ദാഹം വചനത്തിന് വേണ്ടിയുള്ള ദാഹമായിരിക്കും. ഇന്ന് എത്ര പേർ ആ വചനത്തിൻ്റെ ദാഹത്തോടുകൂടെ ദൈവസേനയിലുണ്ട്? നാം കടന്നു വന്നിരിക്കുന്നത് വൃഥാവല്ല. നാം ദൈവസേനയിൽ ചിലവഴിക്കുന്ന ഓരോ സമയവും ഓരോ ദിവസവും ഹല്ലേലൂയ പ്രത്യേകതയുള്ളതാണ്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതൊരിക്കലും നമ്മൾ വില കുറച്ച് കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോടുകൂടെ ഇരിക്കുന്ന സമയമാണിത്. ദൈവശബ്ദം കേൾക്കുന്ന സമയമാണിത്. ദൈവത്തെ ആരാധിക്കുന്ന സമയമാണിത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മോട് ഇടപെടുന്ന സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയം നമ്മുടെ ജഡത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അത് വേണ്ട വിധത്തിൽ മനസ്സിലായി എന്ന് വരികയില്ല. എങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മോശ ദൈവസേനയിൽ ഇരിക്കുവാൻ തയ്യാറായപ്പോൾ മോശ അറിയാതെ നടന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ്റെ ശരീരത്തിലേക്ക് തേജസ് വരുവാനിടയായി തീർന്നു. അവൻ്റെ മുഖത്തിലേക്ക് തേജസ് വരുവാനിടയായി തീർന്നു. തൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് പകരപ്പെട്ട കാര്യം മോശ അറിഞ്ഞില്ല. പക്ഷേ മോശയെ കണ്ടവരൊക്കെ അറിഞ്ഞു, അവൻ്റെ മുഖത്തു നിന്ന് തേജസ് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അറിയാതെ ഒരു തേജസ് നമ്മുടെ മേൽ പകരപ്പെടുന്നുണ്ട്. ദൈവസേനയിൽ ഇരിക്കുന്ന വൃഥാവല്ല. അതുകൊണ്ട് ഉണർന്നിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ തിമോത്തിയോസിനോടാണ് പൗലോസ് ഇത് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനഭാഗമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഒക്കെയും അഭിഷേകം പ്രാപിച്ചവരാണ്, ദൈവകൃപ പ്രാപിച്ചവരാണ്, ദൈവവിളി ലഭിക്കപ്പെട്ടവരാണ്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മെ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന എന്തെന്ന് നമ്മൾ അറിയണം.
സ്തോത്രം. ദൈവം എന്ത് നൽകിയെന്നുള്ളത് എന്ത് ചെയ്യണം? നാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഹാലലും ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു. അവൻ വളർന്നു. 30 വയസ്സ് വരെയും മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ 30ാമത്തെ വയസ്സിൽ യേശു ചെയ്ത കാര്യം എന്താണ് നമുക്കറിയാം. അവൻ യോഹന്നാൻ്റെ ഹാലിലെ സ്തോത്രം കൈക്കീഴിൽ സ്നാനമേൽക്കുവാനിടയായി. സ്തോത്രം. അതിനുശേഷം താൻ പ്രാർത്ഥിച്ചപ്പോൾ ഹാലിൽ സ്വർഗം തുറന്നു. ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് യേശുവിൻ്റെ മേൽ വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനാലാണ് യേശു ജനിച്ചത്. ആത്മാവിൽ ബലപ്പെട്ടാണ് യേശു വളർന്നു വന്നത്. എന്നാൽ ഹല്ലേലൂയ, യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ നിറയപ്പെട്ടു. ഹല്ലേലൂയ. ലൂക്കോസ് 4:1 നമ്മളിങ്ങനെ വായിക്കുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഒരു ആത്മനിറവ് യേശുവിൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു നിറവ് നമ്മുടെ മേൽ പകരപ്പെടണം. ഹല്ലേലൂയ. ഒരു പുതിയ നിറവ് പ്രാപിച്ചിട്ട് വേണം ഇവിടുന്ന് കടന്നു പോകുവാൻ. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ നിറവ് നമ്മിൽ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ നാം പഴയതുപോലെ ആയിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മനിറവ് ആരിലൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ, ആത്മനിറവ് എവിടെയൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ, അവിടെയെല്ലാം സ്ഥിതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നു. ഒരു പുതിയ നിറവിന് വേണ്ടി ഇന്ന് എത്ര പേർ ദാഹിക്കുന്നുണ്ട്. കർത്താവേ, എന്നെ ഒന്ന് നിറയ്ക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു പുതിയ നിറവ് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. നമ്മുടെ സഭയുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. നമ്മുടെ ദേശത്ത് മേൽ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നമ്മെ നിറച്ചാൽ ആളില് പഴയതുപോലെ ഒരിക്കലും ആകത്തില്ല. ഹല്ലേലൂയ. 30 വയസ്സ് വരെ യേശു എങ്ങനെയായിരുന്നോ അതുപോലെയല്ല അടുത്ത 3.5 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ 30 വർഷത്തേക്കാൾ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 12ാമത്തെ വയസ്സിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഹല്ലേലൂയ സന്നിധിയിൽ വാസസ്ഥലത്ത് ഇരിക്കേണ്ടതല്ലയോ. അപ്പോൾ അറിവുണ്ട്. 12 വയസ്സുള്ളപ്പോൾ തന്നെ യേശു ആരാണെന്നും യേശു എന്താ ചെയ്യേണ്ടതെന്നും തൻ്റെ പിതാവ് ആരാണെന്നും ഒക്കെയുള്ള അറിവ് യേശുവിനുണ്ട്. പക്ഷേ ശുശ്രൂഷ ആ അറിവ് കൊണ്ട് അവൻ ആരംഭിച്ചില്ല. ശുശ്രൂഷ ആരംഭിച്ചത് ആത്മനിറവ് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു ശുശ്രൂഷയുടെ സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തിയുടെ സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ കാത്തിരിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. പ്രവാചകന്മാർ വന്ന് നമ്മുടെ തലയെ കൈവച്ച് ദൂത് പറയും, ദൈവം നിന്നെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നു. അന്ന് മുതൽ വേലയ്ക്ക് അങ്ങ് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തു ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മശക്തി പ്രാപിച്ച് ഹല്ലേലൂയ സിനഗോഗിലേക്ക് താൻ വളർന്ന നസ്രയത്തിലേക്ക് മടങ്ങി വന്നിട്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം എടുത്തുകൊണ്ട് യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം തൻ്റെ ശുശ്രൂഷ എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. തൻ്റെ മേൽ പകരപ്പെട്ടത് എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. ആ ഉറപ്പ് തനിക്ക് ലഭിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ചില ഉറപ്പോടുകൂടെ വേണം അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ. ഈ പുതിയ വർഷത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ചില ആലോചനകളെ, ചില ഉറപ്പുകളെ പ്രാപിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നമ്മെ ദൈവം ഒരു ദേശത്താക്കിയെങ്കിൽ, ഒരു ഭവനത്തിലാക്കിയെങ്കിൽ, ഒരു വേലയ്ക്ക് നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം ഒരു ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിന് അടുത്ത് വന്നിരിക്കുമ്പോൾ ദൈവം കൃപകളെ നിശ്ചയമായിട്ടും പകരും. എന്നാൽ ആ പകരപ്പെട്ട കൃപ എങ്ങനെ വ്യാപാരം ചെയ്യണം, ആ താലന്തുകളെ എങ്ങനെ വ്യാപാരം ചെയ്യണം, എങ്ങനെയാണ് പ്രവർത്തിക്കണം എന്നുള്ള ദൈവിക ഉറപ്പും ആലോചനയും നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ഈ സഭയെ നോക്കി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള ചിലരെ ദൈവം ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലരെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം, ചിലരെ വേർതിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ, നിനക്കൊരു വിളിയുണ്ടെന്ന് ദൈവം നിന്നെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, വ്യക്തമായ ഒരു നിറവ് നിന്നെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ദൈവിക വിളിയുണ്ടോ ഒരു അഭിഷേകമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു അഭിഷേകമുണ്ടോ ഒരു വിളിയുണ്ട്.
സ്തോത്രം. വിളിയില്ലാത്തവൻ അഭിഷേകം ദൈവം കൊടുക്കത്തില്ല. അഭിഷേകം ഉള്ളവൻ ഒരു വിളി ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വെക്കാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ യേശു വെറുതെ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നില്ല. യോഹന്നാൻ സ്നാപകൻ വെറുതെ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലനോ അപ്പോസ്തലന്മാരോ അവർ വെറുതെ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നില്ല. വ്യക്തമായ കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ, കർത്താവിൻ്റെ ഗൈഡൻസുകൾ, ദൈവാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവങ്ങൾ, ഉറപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങളിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പുതിയ ചില നിയോഗങ്ങളെ പ്രാപിക്കേണ്ടതുണ്ട്. പുതിയ ചില നിറവുകളെ പ്രാപിക്കേണ്ടതുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില നിറവുകൾ കാത്തിരിക്കുകയാണ്, ചില നിയോഗങ്ങൾ കാത്തിരിക്കുകയാണ്, ചില ഉറപ്പുകൾ കാത്തിരിക്കുകയാണ്. വ്യക്തമായി ദൈവം സംസാരിക്കുമോ? ദൈവം സംസാരിക്കും. സ്തോത്രം. കർത്താവ് സംസാരിക്കുന്നില്ലെങ്കിൽ വേല ചെയ്തിട്ട് കാര്യമില്ല. കർത്താവ് ഇടപെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ ദൈവമാണ് സംസാരിച്ചതെങ്കിൽ, കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുലുങ്ങേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമിലേക്കുള്ള പൗലോസിന്റെ യാത്രയിൽ, സ്തോത്രം, പൗലോസ് ഒരു ദർശനം കാണുകയാണ്. ഈ യാത്രയിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും, തടസ്സങ്ങളുണ്ടാകും, പ്രാണന് പോലും ഹാനി വരാൻ സാധ്യതയുണ്ടെന്ന് പൗലോസിന് വെളിപ്പെട്ടു. സ്തോത്രം. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ വരാൻ പോകുന്ന തടസ്സങ്ങളെക്കുറിച്ച് വെളിപ്പെട്ട് കിട്ടി. എങ്കിലും പൗലോസിന്റെ വാക്കിനെ ആരും കാര്യമായിട്ടിട്ടതില്ല. അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി. പൗലോസ് കണ്ടതുപോലെ തന്നെ പ്രതിസന്ധികൾ അവർ നേരിട്ടു. അവർക്കുണ്ടായിരുന്ന എല്ലാം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അവിടെ കൊണ്ട് തീരുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് കണ്ടതുപോലെ സംഭവിച്ചു. പക്ഷേ പൗലോസ് ചെയ്ത ഒരു കാര്യം, ആ കഷ്ടതയുടെ നടുവിൽ, ആ ഇരുട്ടിൻ്റെ നടുവിൽ അവൻ പ്രാർത്ഥന തുടർന്നു. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാ പറയുകയാണ്, ദൈവം തന്നെ വിളിച്ചു വേർതിരിച്ചുവെങ്കിലും ചില കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ യാത്ര അവസാനിപ്പിക്കരുത്. അതിൻ്റെ നടുവിൽ പുതിയ ചില ആലോചന പ്രാപിക്കണം. കപ്പൽ യാത്രയിൽ സകലവും തകർന്ന് ഇനി ജീവനോട് ഇരിക്കുമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ മരിക്കുമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോൾ പൗലോസ് ഒരു ദൂത് പ്രാപിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പൗലോസിനോട് പറയുന്നു, പൗലോസ് നീ ഭയപ്പെടേണ്ട, നീ ധൈര്യത്തോടിരിക്കുക. നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമയിലും എന്നെ സാക്ഷീകരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട വെളിപ്പാട് ഒരു തകർച്ചയിലേക്ക് പോകുന്ന വെളിപ്പാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാണുന്ന വെളിപ്പാട്, ഇപ്പോൾ കിട്ടുന്ന ദൂത് തകർച്ചയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇന്ന് പകൽ ദൈവ പൈതലേ, ഈ ദിവസങ്ങളിൽ തകർച്ചയുടെ നടുവിൽ കൂടെ, കഷ്ടത്തിന് നടുവിൽ കൂടാണ് പോകുന്നതെങ്കിൽ, പ്രതിസന്ധിയിൽ കൂടാണ് പോകുന്നതെങ്കിൽ, ഇനി മുന്നോട്ട് പോകാൻ യാതൊരു വഴിയും കാണുന്നില്ല എങ്കിൽ അവിടം കൊണ്ട് നിർത്തരുത്. പ്രാർത്ഥിച്ച് ചിലത് പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ കപ്പൽ തകർന്നെങ്കിലും ഒരാളുടെ പ്രാണന് പോലും ഹാനി വരാൻ ദൈവം സമ്മതിച്ചില്ല. എന്താ കാരണം? പ്രാർത്ഥിച്ചൊരു ദൂത് പ്രാപിക്കുവാൻ, ഒരു നിയോഗം പ്രാപിക്കുവാൻ ഒരുവൻ തയ്യാറായപ്പോൾ അവൻ മുഖാന്തരം സകലർക്കും വിടുതൽ. ഇന്ന് പകൽ നാം ചിലത് പ്രാപിച്ചാൽ നമുക്ക് മാത്രമല്ല വിടുതൽ, അനേകർക്ക് അത് വിടുതലായി മാറാൻ പോകുകയാണ്. നിന്നെ കഷ്ടത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോകുന്നത് നീ ഇത് പ്രാപിക്കാൻ വേണ്ടിയാണ്. നിന്നെ ചില പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് പ്രാപിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും ദൈവദാസന്മാരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടാകും. സ്തോത്രം. പക്ഷെ അത് ആരോടും പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആര് പറഞ്ഞാൽ വിശ്വസിക്കത്തുമില്ല. പക്ഷേ ഹല്ലേലൂയ, വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വഴിയിലിട്ടിട്ട് പോകത്തില്ല. എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ ദൈവം തീർന്നെന്ന് പറയത്തില്ല. അവസാനിച്ചു എന്ന് പറയുമ്പോൾ അവസാനിച്ചു എന്ന് ദൈവം പറയത്തില്ല. ഹല്ലേലൂയ. അവരെല്ലാവരും നിശ്ചയിച്ചു ഇനി ജീവിച്ചിരിക്കത്തില്ല. കാരണം കര കാണാൻ കഴിയാത്ത കടലിൻ്റെ നടുവിൽ കിടക്കുകയാണ്. സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല, വെളിച്ചമില്ലാതെ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ കൂടെ പോകുക. പക്ഷേ അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വചനം വെളിച്ചമായി വെളിപ്പെട്ടു വന്നു. ഈ ദിവസങ്ങളിൽ ചില ഇരുട്ടിൻ്റെ മേഖലകളിൽ വെളിച്ചമായി പോകുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാം കടന്നു പോകുന്ന മേഖലകൾക്കകത്ത് സ്തോത്രം, എന്ത് കടന്നു വന്നു എന്നുള്ളതിനേക്കാളപ്പുറത്ത് ഇനി എന്താണ് ദൈവത്തിന് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് കിട്ടിയ ദൂതിൽ
താൻ ധൈര്യപ്പെട്ടു. ഭക്ഷണം കഴിക്കാതിരുന്ന താൻ ഭക്ഷണം കഴിച്ചു. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി അവർ എത്തേണ്ട സ്ഥാനത്തേക്ക്, ഒരു കരയിലേക്ക് ദൈവം അവരെ എത്തിച്ചു. ഈ ദിവസങ്ങളിൽ ചില മേഖലയിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചില തകർച്ചകൾക്ക് അവസാനം വരാൻ പോവുകയാണ്. അവസാനം കാണാത്ത എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എത്ര നാളായി ഇങ്ങനെ പോകുന്നു, ഇനി എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമെന്ന് അറിയാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ദൈവം പറയുന്നു, ഇല്ല, നിനക്ക് വേണ്ടി ദൈവം ഒരു കര തെളിയിക്കാൻ പോവുകയാണ്. നീ ചിലത് കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 14 ദിവസം ഹല്ലേലൂയ കടലിൽ കൂടെ യാത്ര ചെയ്തെങ്കിൽ ഒരു 15ാമത്തെ ദിവസം ഒരു കരയിൽ കാലുകുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നിന്റെ ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതലിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുകയാണ്. രക്ഷപ്പെട്ട ശേഷമാണ് അവർ അതിന്റെ പേര് പോലും, ദ്വീപിന്റെ പേര് പോലും അറിഞ്ഞത്, പേര് പോലും അറിയുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, അവർ കരയിലെത്തി. ഇന്ന് പകൽ ദൈവം പറയുന്നു, ചില കരകൾ തെളിഞ്ഞു വരാൻ പോകുകയാണ്. ആമേൻ. ജീവിതത്തിന്റെ ചില കരകൾ കാണാൻ കഴിയാതെ ഉഴന്നു നടക്കുന്ന അനുഭവങ്ങൾക്ക് ദൈവാത്മാവ് മാറ്റം വരുത്താൻ പോവുകയാണ്. ചില മറുപടികൾ കാണാൻ കഴിയാതെ എന്ന് ഇതിന് തീരും, എന്ന് ഈ യാത്രയ്ക്ക് ഒരു അവസാനം ഉണ്ടാകും, എന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും, എന്നെന്റെ വിഷയത്തിന് ഒരു മറുപടി ഉണ്ടാകുമെന്ന് ചോദിക്കുന്ന വിഷയത്തിന്റെ മേൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലത്തെ സെക്ഷനിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇന്ന് ഹല്ലേലൂയ ഈ സമയത്ത്, ഉച്ച കഴിഞ്ഞ ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനും പറയാനുള്ളൊരു ദൂതിലേക്കാണ് ഈ പകൽ കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത്. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ലെങ്കിൽ പിന്നെ ഏതാത്മാവാണ്? ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഏതാത്മാവാണ്? ഭയം ലേവലേശം അറിയാത്ത, അസാധാരണ ധൈര്യമുള്ള ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാഹചര്യങ്ങൾ നോക്കുന്നവരാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന പല സാഹചര്യങ്ങൾ, അത് ആത്മീയമായിട്ടും അത് ഭൗതികമായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നു വരാം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയാണ്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. സ്തോത്രം. അപ്പം കൃപാവരത്തെ ജ്വലിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആ കൃപാവരത്തിൻ്റെ പ്രത്യേകത, ആ ആത്മാവിൻ്റെ പ്രത്യേകത, അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അപ്പം കൃപാവരം വെളിപ്പെടുവാൻ തടസ്സമായി ഒരു ഭയം എവിടെയോ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് അതിനെ പൊളിക്കണം. സ്തോത്രം, സ്തോത്രം. ജ്യോതിഷാൻ ദൈവാത്മാ പറയുകയാണ്, ചില ഭയത്തിൻ്റെ അനുഭവങ്ങളെ മാറ്റി ഒരു അസാധാരണ ധൈര്യം ദൈവം തരാൻ പോവുകയാണ്. ഈ ദിവസം ധൈര്യത്തോട് ചില കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഈ ദിവസം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വീര്യമുള്ള ഒരു വിളിയാൽ വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. അസാധാരണമായ ഒരു സാക്ഷ്യം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ സാക്ഷ്യത്തെ ദേശത്തിൻ്റെ നടുവിൽ വെളിപ്പെടുത്തത്തക്ക നിലയിൽ ഈ ദിവസം ദൈവം വഴിയൊരുക്കാൻ പോവുകയാണ്. ശക്തമായ ഒരു ദൈവിക സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധ ആത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ മേൽ ദൈവം ചിലത് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പകർന്നിട്ടുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മേൽ ദൈവം ചിലത് പകർന്നിട്ടാണ് ഇവിടെ ഇരുത്തിയേക്കുന്നേ. സ്തോത്രം. എത്രയോ പകർച്ചകൾ നമ്മുടെ മേൽ വന്നു, പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല. അതെന്ത്? സ്തോത്രം. എത്രയോ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തു, എത്രയോ ശുശ്രൂഷകൾ പങ്കെടുത്തു. ദൈവം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു തന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും വെളിപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന, ദൈവസഭയുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷേകം വെളിപ്പെട്ട് വന്നാൽ ഹല്ലേലൂയ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരും. വീടടച്ച് കതകടച്ച് വീട്ടിനകത്തിരുന്നവരാണ് അപ്പോസ്തലന്മാർ. അവരെത്താൻ പോലും പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് യേശു കതകിൽ മുട്ടാതെ, കതക് തുറക്കാതെ യേശു അകത്ത് വന്നു. സ്തോത്രം. ആ മുട്ടിയാ തുറക്കത്തില്ല, പേടിച്ചിരിക്കാത്ത. അങ്ങനെ വീടിനകത്ത് കതകടച്ചിരുന്നവൻ
ഹല്ലേലൂയ. പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് വീട് തോറും കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചു. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം. ഇന്ന് പലരും വീടടച്ചിരിക്കുകയാണ്, പലതിനകത്ത് മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അഭിഷേകം ചിലരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി വന്നപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നപ്പോൾ, പെന്തക്കോസ്തിന്റെ അനുഭവം അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ അവർക്ക് അസാധാരണമായ ധൈര്യം ലഭിച്ചു. അവരുടെ ധൈര്യം കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന ചിലർ ഭയപ്പെട്ടു പോയി. ഇവർക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം എന്നാ ചോദിച്ചേ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ സഭയോട് ദൈവാത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ പകരപ്പെട്ട ധൈര്യം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഭയപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു പകർച്ചയ്ക്ക് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. ഭയപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഭയപ്പെടുത്തുന്നതല്ല, ധൈര്യപ്പെടുത്തുന്നതാ, ധൈര്യത്തോടെ നിർത്തുന്നതാ, ബലത്തോടെ നിർത്തുന്നതാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പകർന്നിരിക്കുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ ഏതൊക്കെ മേഖലയിലാണോ നിന്നെ ഒതുക്കി കളയുന്നത്, അതിനെ പൊളിച്ച് നീ പുറത്തു വരണം. അതിനെ പൊളിക്കണം, അല്ലാതെ പറ്റത്തില്ല. ആ ഭയത്തിൻ്റെ മേഖല പൊളിഞ്ഞു മാറണം. ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ നോക്കുക, യേശുവിനെ നോക്കുക, അവർക്കൊന്നും ഹല്ലേലൂയ ഭയമില്ലായിരുന്നു. സ്തോത്രം. യേശു ആരെയും ഭയപ്പെട്ടോ? അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവർ ഭയപ്പെട്ടോ? അവരെ ബന്ധിച്ചു, അടിച്ചു, അവരെ ഭീഷണിപ്പെടുത്തി, ഈ നാമത്തിൽ മിണ്ടിപ്പോകരുതെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അധൈര്യപ്പെട്ടോ? ഇല്ല. അസാധാരണമായ ധൈര്യമായിരുന്നു. കാരണം പകരപ്പെട്ട കൃപ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവസഭയുടെ മേൽ, ദൈവജനത്തിന്മേൽ നാളുകളായി പ്രാർത്ഥിച്ചും ഉപവസിച്ചും ആരാധിച്ചും ഇരിക്കുന്ന ദൈവജനത്തിന്മേൽ ദൈവം പകർന്നിരിക്കുന്നത് ചെറിയ ഒന്നല്ല. അത് ഈ ദിവസങ്ങളിൽ അസാധാരണമായ നിലയിൽ പുറത്തു വരണം. പുറത്തു വന്നേ മതിയാകത്തുള്ളൂ. അതിൻ്റെ സമയം വന്നിരിക്കുകയാണ്. ഇനി ഒതുങ്ങിയിരിക്കാനുള്ള സമയമില്ല, ഇനി മറഞ്ഞിരിക്കാനുള്ള സമയമില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള സമയമേ ഉള്ളൂ. ധൈര്യത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. അത് നമുക്ക് മാനുഷികമായി കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ ജ്വലിച്ചാൽ, കൃപാവരങ്ങൾ നമ്മൾ ജ്വലിച്ചാൽ, ദൈവം പകരപ്പെട്ട കൃപ ജ്വലിച്ചാൽ അസാധാരണമായ ധൈര്യം തനിയെ ഉണ്ടായിക്കൊള്ളും. യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഉണ്ടോ? സ്തോത്രം. ഒരു സ്ഥലത്ത് മാത്രമല്ല, ചെറിയ അടുത്തടുത്ത സ്ഥലങ്ങളിൽ മാത്രമല്ല, ഭൂമിയുടെ അറ്റം വരെ സാക്ഷിയാകുവാനുള്ള ശക്തിയാണ് ദൈവം നമ്മുടെ മേൽ പകരുന്നത്. ഇന്ന് പകൽ ആ ശക്തി നമ്മുടെ മേലൊന്ന് പകരപ്പെടുവാൻ നമുക്കൊന്ന് ദൈവത്തിനെ ഒന്ന് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ആ ശക്തി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് തിമോഥെയോസിന് പറയുകയാണ്, നീ തിരിച്ചറിയണം, നീ മനസ്സിലാക്കണം, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, മറിച്ച് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഈ ധൈര്യമാണ് ചില പ്രതിഫലം കൊണ്ടുവരുന്നത്. ധൈര്യത്തിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. ധൈര്യത്തിന് എന്തുണ്ട്? മഹാപ്രതിഫലമുണ്ട്. സ്തോത്രം. അപ്പം കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ അല്പം ധൈര്യം കാണിച്ചെങ്കിലേ. സ്തോത്രം. വചനം സംസാരിക്കണമെങ്കിലും ധൈര്യം വേണം. സുവിശേഷം അറിയിക്കണമെങ്കിലും എന്ത് വേണം? ധൈര്യം വേണം. കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ എന്ത് വേണം? ധൈര്യം വേണം. പത്രോസ് പറഞ്ഞ കാര്യം എന്താണ്? നീ യേശുവിനോട് കൂടെ ഉള്ളവനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യേശുവിൻ്റെ കൂടെ ഉള്ളവനാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് പോലും പറയാൻ പലർക്കും ധൈര്യമില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങളൊരു ദൈവാസന ഒരാളെ വിളിച്ചു. അപ്പം ചോദിച്ചു, പേരെന്തോന്ന് ചോദിച്ചു. ഫോൺ ഇങ്ങോട്ട് വന്നത്. അപ്പം പേര് ചോദിച്ചു. നേരം പുള്ളി പറയാം, എനിക്ക് പേര് പറയാനുള്ള സാഹചര്യം അല്ലെന്ന്, സ്വന്തം പേര് പറയാനുള്ള സാഹചര്യം അല്ലെന്ന്. പ്രൈസ്. അപ്പോൾ പേര് പറയാൻ പോലും പറ്റാത്ത എന്തോ സാഹചര്യത്തിൽ പുള്ളി നിൽക്കുകയാണ്. സ്തോത്രം. അങ്ങനെ നിൽക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം പറയുന്നു, കർത്താവ് നിന്നെ വിളിച്ചെങ്കിൽ നീ കർത്താവിന് വേണ്ടിയുള്ളവനാണ്.
കർത്താവിനോട് നിൽക്കാനുള്ള ധൈര്യം ദൈവം നമുക്ക് തരണം. സ്തോത്രം. പത്രോസിന് അതില്ലായിരുന്നു. യേശുവിൻ്റെ കൂടെ ഉള്ളവനാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സ്തോത്രം. എന്നാൽ പിന്നത്തേതിൽ പത്രോസ് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്തൊരു ധൈര്യമാണ്! കണ്ടോ, സ്ഥിതി മാറിയത് കണ്ടോ, അവസ്ഥ മാറിയത് കണ്ടോ. അപ്പം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒന്ന് നമ്മുടെ മേൽ പകരപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഹാളിലെ സ്വതന്ത്രം ദൈവജനത്തിൻ്റെ സ്ഥിതി മാറത്തക്ക നിലയിൽ ദൈവാത്മാവിൻ്റെ പകർച്ചകൾ ദൈവജനത്തിന് മധ്യത്തിൽ വെളിപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഹാളിലെ ഈ പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ദൈവസഭയുടെ മേൽ ഈ ദിവസം അസാധാരണമായി കാറ്റടിച്ചേ മതിയാകത്തുള്ളൂ. ദൈവജനങ്ങളുടെ മേൽ ഉണങ്ങിക്കിടക്കുന്ന, വരണ്ട് കിടക്കുന്ന, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുന്ന, ധൈര്യമില്ലാതിരിക്കുന്ന, ബലമില്ലാതിരിക്കുന്ന, എഴുന്നേറ്റ് നിൽക്കാനുള്ള ബലമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആയുധം പിടിക്കുവാനുള്ള ബലമില്ല. യുദ്ധം ചെയ്യാൻ സൈന്യമായി കിടക്കുന്നത്. പക്ഷെ ഒരു സൈന്യമായി എഴുന്നേറ്റ് വരണമെങ്കിൽ അസാധാരണമായൊരു ധൈര്യം വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. അസാധാരണമായൊരു ജീവൻ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ ദൈവജനത്തിന്മേൽ അസാധാരണമായൊരു പകർച്ചകൾ നടക്കട്ടെ. ഒന്ന് കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഈ പകൽക്കാലം ആ ചൈതന്യം നമ്മുടെ മേലൊന്ന് വെളിപ്പെടട്ടെ. ആ ബലം നമ്മുടെ മേലൊന്ന് വ്യാപരിക്കട്ടെ. ഭീരുത്വമെല്ലാം മാറട്ടെ, ഭയമെല്ലാം മാറട്ടെ. നീ കർത്താവിന് വേണ്ടി ഉള്ളവനാണെന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നാം മനസ്സിലാക്കണം, യേശു എൻ്റെ കൂടെ ഉള്ള ആളാണെന്ന് ഒരു പെൺകുട്ടിയുടെ മുൻപിൽ നിൽക്കാൻ കഴിയാതിരുന്ന വ്യക്തിയാണ് കർത്താവ് തൻ്റെ രക്തസാക്ഷിയാക്കി തീർത്തത്. സ്തോത്രം. ഇല്ലായിരുന്നു ഒരു സമയത്ത്, പക്ഷേ ദൈവം ചിലത് പകർന്നു കൊടുത്തപ്പോൾ ഈ ദിവസം ദൈവം ചിലത് പകരാൻ പോവുകയാണ്. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ. സ്തോത്രം. ദൈവമാക്കി വെച്ച ദേശത്ത് ഹാലലിയ ഫിലിപ്പോസിനെ ദൈവം അയച്ചതുപോലെ ദൈവം ചില ദേശത്തേക്ക് അയച്ചിരിക്കുക. ഹാലലിയ, സ്തോത്രം. അവിടെ മന്ത്രവാദ ശക്തികളുണ്ട്, അത് അവിടെ ആഭിചാര ശക്തികളുണ്ട്. പക്ഷേ അതെല്ലാം തകർന്നു പോയി. എങ്ങനെ? കർത്താവിൻ്റെ മുമ്പിൽ, ദൈവശക്തിയുടെ മുമ്പിൽ ആ ശക്തികളെല്ലാം തകരുവാനിടയായി തീർന്നു. ഒരു ദേശത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയിരുന്ന, ഒരു ദേശത്തെ മുഴുവൻ അടക്കി വാണിരുന്ന ശക്തികൾ ഫിലിപ്പോസ് പ്രസംഗിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് മുമ്പിൽ തകർന്നു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളുക, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ തടയുവാൻ ശക്തിയുള്ള ഒന്ന് ഈ ഭൂലോകത്തിലില്ല. ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. ഫിലിപ്പോസ് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ പുറത്തുപോയി. ദേശം സന്തോഷിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാല ആത്മാവിന്റെ ഒരു പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ട് വരട്ടെ. ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. ഒളിഞ്ഞും തെളിഞ്ഞു മറഞ്ഞിരുന്ന സ്തോത്രം ദൈവപ്രവൃത്തിയെ തടയുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തകർത്തു കളയുവാൻ സുവിശേഷത്തിന്റെ ശക്തിയുമായി ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ സഭയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ആത്മാ വ്യക്തമായി ഇടപെടുന്നു. കാലം മാറാൻ പോകുകയാണ്, സ്ഥിതികൾ മാറാൻ പോകുകയാണ്. ഫിലിപ്പോസ് ആ ദേശത്ത് ചെന്നത് ആ ദേശത്തിന് ഇരുട്ട് മാറുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമരിയയിൽ ഒരിക്കൽ യേശു പ്രസംഗിച്ചതാ. യേശു 2 ദിവസം താമസിച്ച് അവിടെ ശുശ്രൂഷിച്ചതാണ്. ഹല്ലേലൂയ. ശമരിയക്കാരി എന്ന സ്ത്രീയെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് പ്രസംഗിച്ചതാണെങ്കിലും സ്തോത്രം കർത്താവിന് ചിലത് പണിതെടുക്കാനുണ്ടായിരുന്നു. ഫിലിപ്പോസിനെ ദൈവം അവിടെ ഉപയോഗിച്ചത്. യേശു കാല് ചവിട്ടിയ ദേശം എത്ര അനുഗ്രഹിക്കപ്പെട്ട ദേശമല്ലേ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു നടന്ന ദേശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു പ്രസംഗിച്ച ദേശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നിന്നെ വിളിച്ച വേല നീ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഫിലിപ്പോസാണ് അവിടെ സഭ സ്ഥാപിച്ചത്. സ്തോത്രം, സ്തോത്രം. യേശു കാലുകുത്തി, പക്ഷെ സഭ സ്ഥാപിക്കുവാൻ ദൈവം നിയോഗിച്ചത് ഹല്ലേലൂയ, സ്തോത്രം, പീഡന നിമിത്തം ഓടിപ്പോയവനെയാണെങ്കിൽ ഇന്ന് പോലെ ഒരു ദൂത് വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ചില സാഹചര്യങ്ങൾ ചില ദേശങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ ആ ദേശത്ത് നിനക്കൊരു വേലയുണ്ട്, ആ ദേശത്തൊരു ശുശ്രൂഷയുണ്ട്. അത് ധൈര്യത്തോടെ ചെയ്യുവാൻ ഇന്ന് പകൽ ഒരുങ്ങിക്കൊള്ളുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ചെറിയ കാര്യമല്ല ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്
നമ്മളെ കൂടെ ദൈവം വലിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. നമ്മിൽ കൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. സ്തോത്രം. ജോസഫ് ബ്രദറിന്റെ കൂടെ വന്ന സഹോദരന്റെ പേരെന്തുവാണ്? സാം. ഒരു ദൈവിക വിളി നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ അറിഞ്ഞുകൊള്ളാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം കണ്ടതാണ്. ഇന്ന് വരെ നിർത്തിയതും ദൈവമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു അഭിഷേകം നിങ്ങളെ കാത്തിരിപ്പുണ്ട്, ഒരു വിളി നിങ്ങളെ കാത്തിരിപ്പുണ്ട്, ഒരു ദൈവിക പദ്ധതി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ചില പ്രവർത്തികൾ ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. ആ വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സ്തോത്രം. അപ്പോൾ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്, നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് വെളിപ്പെടണം. ശൗൽ അന്വേഷിച്ച് പോയത് കഴുതയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കഴുതയ്ക്ക് വേണ്ടിയാണ്, പക്ഷെ വീട്ടിൽ കയറിയത് രാജാവായിട്ടാണ്. കഴുത അന്വേഷിച്ച് പോയവൻ കയറി വന്നത് അഭിഷേകമായിട്ടാണ്. സ്തോത്രം. ഇന്ന് പകൽ ഒരു അഭിഷേകത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിറയ്ക്കാൻ പോകുകയാണ്, ദൈവം ബലപ്പെടുത്താൻ പോകുകയാണ്. ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ച് എന്തിനാണോ ആ നിലയിലല്ല തിരിച്ച് ദൈവം കയറ്റിയത്. ഹല്ലേലൂയ. ഈ യാത്രക്കിടയിൽ ഒരു പകർച്ച അവൻ്റെ മേൽ ഉണ്ടായി. ഇന്ന് പകൽ ഒരു പകർച്ച ഇവിടെ ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിൽ ഒരു പകർച്ച ഉണ്ടാകട്ടെ. നമ്മൾ മടങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് പഴയതുപോലെ ആയിരിക്കരുത്. ഒരു പുതിയ അനുഭവത്തിൽ കയറുവാൻ തക്കവണ്ണം രാജകീയ അധികാരത്തോടുകൂടെ, രാജകീയ അഭിഷേകത്തോടു കൂടെയാണ് കഴുതയെ അന്വേഷിച്ച് പോകാൻ കയറി വന്നത്. എന്തൊരു മാറ്റാ നോക്കിക്കേ. സ്തോത്രം. ദൈവം അങ്ങനെ ചിലത് ചെയ്യാൻ പോവുകയാണ്. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. അഭിഷേകമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. സ്തോത്രം. അഭിഷേകമുള്ള തലമുറ. ദൈവാത്മാവ് തോമാച്ചാട് പറയുന്നു, അഭിഷേകമുള്ള ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അനേകരെ ദൈവം അഭിഷേകം ചെയ്യിക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് ദിവസങ്ങളിൽ ചില നിയോഗത്തോടുകൂടെ ചില മേഖലയിലേക്ക് പുറപ്പെടുവിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. കടന്നു ചെന്നിരിക്കുന്ന ദേശത്ത് താമസിക്കുന്നു എങ്കിൽ തന്നെയും ദൈവാത്മാവ് ഇങ്ങനെ ആലോചന കൈമാറുന്നു. ഹാലലിയ. സ്തോത്രം. ഹാലലിയ. ശൗവേൽ രാമയിൽ താമസിച്ചുവെങ്കിലും അവൻ ഹാലലിയ സ്തോത്രം ദാൻ മുതൽ ബേർശേബ വരെ ചുറ്റി സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്തു. താമസിക്കുന്നിടത്തുനിന്ന് പുറപ്പെടുവിച്ച് അനേക ദേശങ്ങളിൽ ചെന്ന് അനേകരെ അഭിഷേകം ചെയ്യുവാൻ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്തു. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ഒരു അഭിഷേകമുള്ള ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ചില നിയോഗങ്ങൾ ദൈവം തരാൻ പോവുകയാണ്. വീട്ടിൽ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ശമൂവേൽ. സ്തോത്രം. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഇശായുടെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചാൽ ആ ദുഃഖത്തിൻ്റെ നടുവിൽ ഇശായുടെ വീടിനെ കുറിച്ച് ഓർമ്മയില്ല. വീടൊക്കെ അറിയാം, പക്ഷേ അങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചതല്ല. പക്ഷേ കർത്താവ് നിയോഗം കൊടുത്തു, നീ അങ്ങോട്ട് പോകണം. കാരണം ഇശായുടെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവായിട്ട് കണ്ടിരിക്കുകയാണ്, നീ അവനെ അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞ ദൈവം പുറപ്പെടുവിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൻ്റെ തീയുമായി ചിലതിനെ കത്തിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്ത് ഒരു തീ കത്തട്ടെ, ഇതിനകത്തൊരു തീ കത്തട്ടെ. അഭിഷേകമുള്ളൊരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇന്ന് പകൽ ഒരു പകർച്ച ഇതിനകത്ത് സംഭവിക്കട്ടെ. ഈ സഭയിൽ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഈ ദിവസം ആത്മപകർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ കർത്താവിന്റെ ദാസനെ ദൈവാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകമുള്ളൊരു തലമുറ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുവരെയും അഭിഷേകം പ്രാപിക്കാത്ത ചിലതിനെ ദൈവം അഭിഷേകത്താൽ നിറച്ച്, ശുശ്രൂഷയാൽ നിറച്ച് ദൈവാത്മ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങൾ മുന്നിൽ വരാൻ പോകുന്നു. അതിനായി തീ കൂട്ടിക്കൊള്ളുവാൻ ആത്മാവ് ആലോചന പറയുന്നു. ഒരു തീ കത്തേണ്ടതുണ്ട്. ആ തീ കത്തിയെങ്കിൽ മാത്രമേ മറഞ്ഞിരിക്കുന്ന ചിലത് പുറത്തു വരത്തുള്ളൂ. മറഞ്ഞിരിക്കുന്നത് പുറത്തു പോയെങ്കിൽ മാത്രമേ ദേശം വിടുവിക്കപ്പെടത്തുള്ളൂ. അതിനായി തീ കൂട്ടിക്കൊള്ളുവാൻ ഈ സഭയിലെ അഭിഷേകത്തിനോട് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. തീ ഉണ്ടല്ലോ ഇവിടെ,
അവർ കടന്നു ചെന്നപ്പോൾ ആ തണുത്ത് വിറച്ചാണ് കയറിയത്. ആ ദേശക്കാർ അവരെ തീ കൂട്ടിയാണ് കൈക്കൊണ്ടത്. പക്ഷേ ദൈവം പറയുകയാണ് അത് പോരാ, അത് പോരാ. പൗലോസിന് തോന്നി ഇത് പോരാ. അവൻ കുറെ വിറക് വിറക്കി. എത്ര പേർ തയ്യാറാകും? തീ ഒന്ന് കൂട്ടാൻ തയ്യാറാണോ? വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്തത് അവിടെ അന്ന് കണ്ടു. ദേശം അന്ന് വരെ കണ്ടിട്ടില്ലാത്തത് അവിടെ സംഭവിച്ചു. ദേശക്കാരെല്ലാം നോക്കി നിൽക്കുമ്പോൾ അവർ കാണുകയാണ്, ആളിലെ തീക്കകത്ത് നിന്ന്, ആളിലെ സ്വത്രം തീയുടെ ചൂട് നിമിത്തം ഒരു അണല് പുറത്തു വരുന്നത് അവർ കണ്ടു. സ്വത്രം ഇതുവരെ അത് മറഞ്ഞിരിക്കുകയായിരുന്നു. അവൻ തീ കൂട്ടിയാലേ മറഞ്ഞിരിക്കുന്നില്ല, അതെന്ത് ചെയ്യത്തുള്ളൂ? ഇതിനെ കണ്ടാലേ തകർക്കാൻ പറ്റത്തുള്ളൂ. സ്വത്രം ഇതുവരെ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് തകർക്കാൻ പറ്റിയില്ല. എന്നാൽ എപ്പോൾ അത് വെളിപ്പെട്ട് വന്നോ അതിനെ തകർക്കാൻ കഴിഞ്ഞു. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ചില ശക്തികൾ മറഞ്ഞിരിക്കുകയാണ്. തീ കൂട്ടിയാലേ ഇത് പുറത്തു വരത്തുള്ളൂ. ഇത് പുറത്തു വന്നാലേ അതിനെ തകർക്കാൻ കഴിയത്തുള്ളൂ. പൗലോസിന്റെ കയ്യിലാണ് അത് കിട്ടിയത്. അഭിഷേകമുള്ളവന്റെ കയ്യിൽ കിട്ടിയാൽ ആളിൽ പിന്നെ ശത്രു ജീവിച്ചിരിക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. അഭിഷേകമുള്ളവന്റെ കയ്യിലാണ് ഇത് വെളിപ്പെടുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ അവസാനമാണ്. അഭിഷേകം ഇല്ലാത്തവരുടെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അഭിഷേകമുള്ളവൻ്റെ മുമ്പിലാണ് ഇത് വെളിപ്പെടുന്നതെങ്കിൽ അന്ന് തീരും. സ്വത്രം തീയുള്ളവൻ്റെ മുമ്പിലാണ് വെളിപ്പെടുന്നതെങ്കിൽ അന്ന് അതിൻ്റെ അവസാനമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ദൈവാത്മാ പറയുന്നു, തീ കൂട്ടാൻ തയ്യാറാണോ? സ്വത്രം തീ കൂട്ടാൻ ദൈവാത്മാ പറയുന്നു. സ്വത്രം ഹല്ലേലൂയ. നമ്മുടെ അകത്തെ അഭിഷേകം വർദ്ധിപ്പിക്കണം. ഞാൻ വായിച്ച വചനമൊന്നും എടുത്തില്ല. സ്വത്രം എങ്കിലും ആത്മാവ് ഞാൻ പറയാം, നമ്മുടെ മേൽ പകരപ്പെട്ടത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ഒരു ധൈര്യം വെളിപ്പെടണം. അണലി വെളിപ്പെട്ടിട്ടും പേടിച്ചില്ല. അണലി വെളിപ്പെട്ടിട്ടും പേടിച്ചില്ല. കൈമേലാ തൂങ്ങിയത്. അവൻ പൗലോസിന്റെ കണ്ണിന്റെ മറയത്തല്ല, അവൻ കണ്ണിന് മുമ്പിൽ ഇതിനെ കാണുക. സ്തോത്രം. എന്നിട്ടും എന്ത് ചെയ്തില്ല? അത് ഓടുകയോ ഭയപ്പെടുകയോ ചെയ്തില്ല. അവിടെ വായിക്കുന്നത്, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. കുടഞ്ഞു കളഞ്ഞു. ഇതിനെ നീ ഭയപ്പെടേണ്ട, ഇതിനെ ഓടിച്ചാൽ ഇത് ഓടിപ്പോവും. ഓടിപ്പോകാനുള്ളതേ ഉള്ളൂ, പക്ഷെ നമ്മളാ ഓടുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. മോശ വടി താഴെ ഇട്ടപ്പോൾ വടി സർപ്പമായി തീർന്നു. അത് കണ്ടിട്ട് മോശ എന്ത് ചെയ്തു? ഓടി. കർത്താവ് പറഞ്ഞു, ഓടണ്ട, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, ഓടാതെ അവിടെ നിൽക്കുക. നീ അല്ല ഓടേണ്ടത്. സ്വത്രം. നീ ഓടിക്കേണ്ടവനാ, നീ ഓടേണ്ടവനല്ല. ഇന്ന് പകൽ പലരും ഓടിക്കാൻ നോക്കും. പക്ഷേ നീ തിരിച്ചറിയണം, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകത്തില്ല. ഓടിപ്പോകാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് ചിലത് ചെയ്ത് കാണിക്കാനാണ് ദൈവം എന്നെ വിളിച്ചത്. ദൈവം വിളിച്ചത് എന്തിനാ? ഓടാനല്ല. ഓടിപ്പോകരുത്. ദൈവാത്മാവ് പറയുന്നു, ഓടിപ്പോകരുത്. നിൽക്കുക, ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. അവരെല്ലാം കാത്തു നിന്ന്. എന്തിനാ കാത്തു നിന്നത്? പൗലോസിന്റെ വീഴ്ച കാണാൻ അവർ കാത്തിരുന്നു. അവനിപ്പം വീഴും, വീർത്ത് വരും, ഇപ്പം വീഴുമെന്ന് കാത്ത്. അപ്പം അവർ കാത്തിരുന്നത് എന്തിനാ? ഈ അണലിക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാനല്ല. സ്വത്രം. അണലി പിടിച്ചവൻ എന്ത് സംഭവിക്കുമെന്ന് കാണാനാ. ഇന്ന് ലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ആ അഭിഷക്തന് എന്ത് സംഭവിക്കും? അവനെന്ത് സംഭവിക്കും? വേണ്ട, ഒരു അണലി പിടിച്ചിരിക്കുന്നു. ഒരു പ്രശ്നം അവനെ തേടി വന്നിരിക്കുന്നു. ഒരു പ്രതിസന്ധിയിൽ അവൻ അകപ്പെട്ടിരിക്കുന്നു. ഒരു പ്രതികൂലത്തിൽ അവൻ അകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ്റെ വീഴ്ച കാണാമെന്ന് പലരും കാത്തിരിക്കുമ്പോൾ അവിടെ കണ്ടത് പൗലോസിന് വീഴ്ചയല്ല കണ്ടത്, അവൻ്റെ കൈമേൽ ചുറ്റിയതിനെ തീയിലേക്ക് കുടഞ്ഞു കളയുന്നതാണ് കണ്ടത്. കുറേ നേരം കാത്തു നിന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നില്ല? പൗലോസിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ തന്നെ എന്ത് ചെയ്തു? മനസ്സ് മാറി. അപ്പം നീ ഓടിപ്പോയാൽ ഇത് സംഭവിക്കുമോ? നീ ഉറച്ചു നിന്നാലല്ലേ ഇത് സംഭവിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓടിപ്പോകരുത്, ഓടിപ്പോകരുത്. ദൈവാത്മാ നമ്മോട് പറ, ഓടിപ്പോകരുത്. ദൈവം നിന്നെ ആക്കി വെച്ചിട്ട് നിൽക്കുക. ദൈവം നിന്നെ നിർത്തിയെടുത്ത് നിൽക്കുക. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ചെയ്യുക. കർത്താവ് വിശ്വസ്തനാണ്. ആ ഒറ്റ സംഭവത്തോടുകൂടെ ലെവല് മാറി. പിന്നീട് ആ ദേശക്കാരെന്ത് ചെയ്യുക? പൗലോസിൻ്റെ അടുക്കൽ വരിക. എന്തിനു വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി. ഒരു സമയത്ത് നിന്നെ എതിർത്തവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിൽ വരും.
അങ്ങനെ വരണമെങ്കിൽ നീ ഉറച്ചു നിന്നേ പറ്റൂ. നീ ഇതിനെ കണ്ട് ഭയപ്പെടരുത്. സ്തോത്രം. ഓടിപ്പോകരുത്. ഉറച്ചു നിൽക്കണം. ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. ഈ കരയെ കയറുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താ? ഈ കരയെ കയറുന്നതിന് മുമ്പ് പടകിൽ വെച്ച് തന്നെ എന്താ പറഞ്ഞത്? നീ എവിടെ നിൽക്കണം? റോമിൽ നിൽക്കണം. ദൈവം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറ്റിയേ. അപ്പം പിന്നെ പോവൂ? ദൈവം പറഞ്ഞിട്ടാണോ കൊണ്ട് നിർത്തിയേക്കുന്നേ? ദൈവം വാഗ്ദത്തം ചെയ്തിട്ടാണോ നിർത്തിയിരിക്കുന്നത്? എങ്കിൽ ഇതിന് ശേഷം വരുന്ന ഒരു പ്രതിസന്ധിയും നിന്നെ തകർത്ത് കളയത്തില്ല. നിന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. എത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിൽ ഉറച്ചു നിന്നോണം. പൗലോസിനെ കടിച്ചാലും എന്ത് വന്നാലും അവൻ റോമിലെത്തും. സ്തോത്രം. പക്ഷെ കടിക്കാൻ നീ നിന്ന് കൊടുക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. കുടഞ്ഞു കളയാൻ തയ്യാറായാൽ ഇത് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഇത് വെച്ചോണ്ടിരിക്കുമ്പോഴാ പ്രശ്നം. വെച്ചോണ്ടിരിക്കുമ്പോഴാ പ്രശ്നം. ഇത് തീയിൽ എന്ത് ചെയ്യണം? അന്നേരം കളഞ്ഞണം. ഈ ദിവസം ചില സംഭവിക്കാൻ പോവുകയാണ്. ഉറച്ചു നിന്നാൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ദൈവം ജീവിതത്തിൽ കാണിച്ചു തരാൻ പോവുകയാണ്. ദൈവത്തിന് വേണ്ടി ഒരുവൻ നിന്നാൽ അവന് വേണ്ടി ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ കാണിച്ചു തരാൻ പോവുകയാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ വിളിച്ചതാണ്. അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, അത് ശക്തിയുടെ ആത്മാവാണ്, അത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്, അത് സുബോധത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. അപ്പോൾ അഭിഷേകം ജ്വലിക്കുമ്പോൾ ധൈര്യം വെളിപ്പെടും, ശക്തി വെളിപ്പെടും, സ്നേഹം വെളിപ്പെടും, സുബോധം വെളിപ്പെടും. ഇത് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുക. ഓരോന്നും പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ സമയമെടുക്കുന്നില്ല. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെ ദിവസനെ അടച്ചാട്ടെ. ഒരു നിമിഷം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറയുകയാണ്. ഈ സഭയെ ദൈവം പണിയാൻ പോവുകയാണെന്ന് ദൈവാത്മാ പറയുന്നു. സഭയെ ദൈവം പണിയാൻ പോവുകയാണ്. ഈ ദൈവസഭയെ ദൈവം പണിയാൻ പോവുകയാണ്. ഇതിനകത്തുള്ള ഓരോ കുടുംബങ്ങളെയും ദൈവം പണിയാൻ പോവുകയാണ്. ഓരോ വ്യക്തികളെയും ദൈവം പണിയാൻ പോവുകയാണ്. കർത്താവ് പണിതാൽ ഒരു പരാജയത്തിലേക്കല്ല വരാൻ പോകുന്നത്, അത് പരാജയത്തെ ജയത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. സഭയുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം വരുത്തും. സഭയ്ക്കകത്തൊരു വർധനവിനെ ദൈവം നൽകും. എല്ലാറ്റിനും ഉപരിയായി അഭിഷേകമുള്ളൊരു തലമുറ ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. ഈ വചനം ദൈവാത്മാവ് പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. പ്രവചിക്കുന്ന ഒരു കൂട്ടം ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ആത്മ പകർച്ച ഇവിടെ സംഭവിക്കേണ്ടതിനായി ഇന്ന് ഞങ്ങൾ ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടെ കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ഈ വചന പ്രകാരം വെളിപ്പാടുള്ള, പ്രവചനമുള്ള, ദർശനമുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. മീൻ പിടിക്കാൻ കടന്നുപോയ അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് അവന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിർത്തിയെങ്കിൽ ഈ ദേശത്തിന് നടുവിൽ ദൈവത്തിന് വേണ്ടി ചിലരെ ദൈവം കണ്ടിട്ടുണ്ട്. ഈ ദിവസം ദൈവം അവരെ വേർതിരിക്കാൻ പോവുകയാണ്. ശാരീരികമായുള്ള പല ബുദ്ധിമുട്ടുകൾ, കാലിന് വേദന, കൈയുടെ മസിലിന് വേദന, കഴുത്തിന് വേദന, ശാരീരികമായ പല രോഗങ്ങൾ, അതിട്ട് വല്ലാതെ അലട്ടുന്ന പോരുകളെ ഈ പകൽ ദൈവാത്മാ ശാസിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടെ ഒന്ന് സ്തോത്രം ചെയ്തേ. യേശുവിൻ നാമത്തിൽ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ രോഗബന്ധനങ്ങളിട്ട്, ശാരീരിക ക്ലേശങ്ങളിട്ട്, അസ്ഥികളോട് പോരടിക്കുന്ന, ഞരമ്പുകൾക്കകത്ത് ശരീരത്തിനകത്തും വേദന കൊണ്ടുവരുന്ന, ക്ഷീണം വരുത്തുന്ന എല്ലാ പൈശാചിക പോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ശാസിച്ചകറ്റുകയാണ്. കർത്താവേ, നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ വർഷം തീരുന്നതിന് മുമ്പ് ചില വിഷയത്തിന്മേൽ പൂർത്തീകരണം വരുവാൻ, ചില വ്യത്യാസങ്ങൾ വരുവാൻ, ചില ഉദ്ധാരണത്തിന് അനുഭവങ്ങൾ വരുവാൻ ദൈവം സഹായിക്കണം. അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കേട്ട വചനപ്രകാരം ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ അടിയങ്ങളെല്ലാം സഹായിക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും കർത്താവിൻ്റെ ദാസന്മാർ നമ്മോട് വചനത്തിൽ കൂടെ സംസാരിക്കും. ഈ ദിവസങ്ങൾ വലിയ ദൈവപ്രവൃത്തിക്കായി നാം ഏവരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സന്നിധിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.